ഒറ്റപ്പാലം കോടതി പരിസരത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെ ബി.ജെ.പി. പ്രവർത്തകർ കൊലവിളി നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മാധ്യമപ്രവർത്തകരെ വെട്ടിത്തീർത്തുകളയുമെന്ന് ബി.ജെ.പി. പ്രവർത്തകന്റെ ഭീഷണി. കേന്ദ്രത്തിലെ ഭരണമില്ലാത്ത സമയത്തും വെട്ടിയിട്ടുണ്ടെന്നും ബി.ജെ.പിക്കാർ ഭീഷണിപ്പെടുത്തി. 3 മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. ചെർപ്പുളശ്ശേരി നെല്ലായിലെ ആക്രമണക്കേസിൽ അറസ്റ്റിലായ 6 ബി.ജെ.പി. ആർ.എസ്.എസ്. പ്രവർത്തകരെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കുന്നതിനിടെയാണ് സംഭവം. നെല്ലായ സ്വദേശികളായ ജ്യോതിഷ്, രോഹിത്, മണികണ്ഠൻ, രാജേഷ്, ദീപേഷ്, പ്രകാശൻ എന്നിവരെ ചെർപ്പുളശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതിയിലേക്ക് കൊണ്ടുവന്ന ടാക്സി വാഹനത്തിന് പിന്നാലെ ബൈക്കിലെത്തിയ സംഘമാണ് ആക്രമണവും വധഭീഷണിയും മുഴക്കിയത്. നാലു പേരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരിക്കേറ്റ മാധ്യമപ്രവർത്തകരായ ശ്യാംകുമാർ, ശ്രീജിത്ത്, അനൂപ് എന്നിവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പി. ഉണ്ണി എം.എൽ.എയും CPIM നേതാക്കളും സന്ദർശിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിന് നിർദ്ദേശം നൽകി. മാധ്യമ സ്വാതന്ത്ര്യത്തെ പരിരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും ആ സ്വാതന്ത്ര്യം ഹനിക്കാനുള്ള നീക്കം ആരിൽ നിന്നുണ്ടായാലും അതിനെ കർശനമായി നേരിടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനാധിപത്യ സമൂഹത്തിന് ചേരാത്ത പ്രവൃത്തിയാണ് ഒറ്റപ്പാലത്ത് നടന്നതെന്നും ഇത് അപലപനീയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ 21 MLA-മാർ അയോഗ്യതാ ഭീഷണിയിലായതോടെ കേന്ദ്ര സർക്കാരും ദില്ലി സർക്കാരും തമ്മിലുള്ള വാക്പോര് ശക്തമാകുന്നു. MLA-മാർക്ക് ഇരട്ട പദവി നൽകുന്നതിനെ സാധൂകരിക്കുന്നതിന് ദില്ലി നിയമസഭ പാസാക്കിയ ബിൽ രാഷ്ട്രപതി തള്ളിയിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുക്കുന്ന എല്ലാവരെയും അയോഗ്യരാക്കി വീട്ടിലിരുത്താനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. എന്നാൽ MLA-മാരുടെ ഇരട്ട പദവി വഹിക്കൽ സുപ്രീംകോടതി ഉത്തരവിന്റെ ലംഘനമാണെന്ന് BJP ആരോപിച്ചു. പാർലമെന്റ് സെക്രട്ടറിയായ 21 MLA-മാർ അയോഗ്യതാ ഭീഷണിയിലായതോടെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ആം ആദ്മി നേതാക്കൾ രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന് കെജ്രിവാൾ ആരോപിച്ചു. പ്രതിഫലം പറ്റുന്ന ഇരട്ട പദവിയുടെ നിർവചനത്തിൽ നിന്ന് പാർലമെന്റ് സെക്രട്ടറിയെ ഒഴിവാക്കി ദില്ലി നിയമസഭ പാസാക്കിയ ബിൽ രാഷ്ട്രപതി തിരിച്ചയച്ചിരുന്നു. എന്നാൽ MLA-മാർക്ക് ശമ്പളമോ വീടോ നൽകുന്നില്ലെന്നും ഓഫീസ് സൗകര്യവും ഔദ്യോഗിക യാത്രാബത്തയും മാത്രമാണ് അനുവദിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ നജീബ് ജംഗിന് ദില്ലി സർക്കാർ വിശദീകരണം നൽകിയിരുന്നു. എന്നാൽ ഈ വിശദീകരണം പോലും പരിഗണിക്കാതെയുള്ള റിപ്പോർട്ടാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചതെന്നാണ് ആം ആദ്മി സർക്കാരിന്റെ വാദം. മുൻകാല പ്രാബല്യത്തോടെ പാസാക്കിയ ബില്ലിന് അനുമതി നിഷേധിച്ചതോടെ രാഷ്ട്രപതി മുമ്പാകെ വീണ്ടും ബിൽ അംഗീകാരത്തിനായി അയക്കുമെന്നും ആം ആദ്മി നേതാക്കൾ അറിയിച്ചു. ഇരട്ട പദവി വഹിക്കൽ സുപ്രീംകോടതി ഉത്തരവിന്റെ ലംഘനമാണെന്ന് BJP ആരോപിച്ചു. എന്നാൽ ഓഫീസ് സൗകര്യം ഉപയോഗിക്കുന്നതും യാത്രാബത്ത വാങ്ങുന്നതും സുപ്രീംകോടതി ഉത്തരവിന്റെ ഇരട്ട പദവി നിർവചനത്തിൽ വരില്ലെന്നാണ് ആം ആദ്മിയുടെ വാദം. 70 അംഗ നിയമസഭയിൽ 67 MLA-മാരുള്ള ആം ആദ്മി പാർട്ടിക്ക് 21 MLA-മാരുടെ അയോഗ്യത ഭീഷണി ഉയർത്തുന്നില്ലെങ്കിലും കേന്ദ്ര സർക്കാരും ദില്ലി സർക്കാരും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിവേദനം നൽകി. അണക്കെട്ട് ബലപ്പെടുത്തിയെന്നും ബേബി ഡാമിന് സമീപത്തെ 23 മരങ്ങൾ മുറിക്കാൻ പാരിസ്ഥിതിക അനുമതി വേണമെന്നും ജയലളിത ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ ഭരണ തുടർച്ച നേടിയതിനു ശേഷം ആദ്യമായാണ് ജയലളിത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. 29 ആവശ്യങ്ങൾ ഉൾപ്പെട്ട 32 പേജുള്ള നിവേദനം ജയലളിത പ്രധാനമന്ത്രിക്ക് കൈമാറി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്താൻ നടപടി വേണമെന്നാണ് നിവേദനത്തിലെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി അണക്കെട്ട് ബലപ്പെടുത്തിയതായും ജയലളിത അറിയിച്ചു. ബേബി ഡാമിന് സമീപത്തെ 23 മരങ്ങൾ മുറിക്കാൻ പാരിസ്ഥിതിക അനുമതി വേണമെന്നാണ് മറ്റൊരാവശ്യം. പമ്പ, അച്ചൻകോവിൽ, വൈപ്പാർ നദീ സംയോജന പദ്ധതി നടപ്പാക്കണമെന്നും നിവേദനത്തിലുണ്ട്.
തമിഴ്നാടിന് കൂടുതൽ കേന്ദ്ര സഹായം അനുവദിക്കുക, ജല്ലിക്കെട്ട് നിരോധനം പിൻവലിക്കുക, രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളുടെ മോചനം തുടങ്ങിയവയാണ് തമിഴ്നാട് മുന്നോട്ട് വെച്ച മറ്റാവശ്യങ്ങൾ. AIDMKയെ NDA സഖ്യത്തിലെത്തിക്കാൻ BJP പരിശ്രമം നടത്തുന്ന സാഹചര്യത്തിൽ തമിഴ്നാടിന്റെ ആവശ്യങ്ങൾ കേന്ദ്രം പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജയലളിത. രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്ത BJP GST ഉൾപ്പെടെയുള്ള സുപ്രധാന ബില്ലുകൾ പാസാക്കുന്നതിന് AIDMKയുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സമ്മർദ്ദത്തിലൂടെ ആവശ്യങ്ങൾ നേടിയെടുക്കാമെന്ന തന്ത്രവുമായി ജയലളിത മോഡിയെ കണ്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇസ്ലാമിക് സ്റ്റേറ്റ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. സിറിയയിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ഞായറാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ അബൂബക്കർ അൽ ബാഗ്ദാദി കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അമേരിക്കൻ സിറിയൻ സഖ്യസേന നടത്തിയ വ്യോമാക്രമണത്തിൽ ബാഗ്ദാദി കൊല്ലപ്പെട്ടതായി ഇറാഖ് വാർത്താ ഏജൻസികളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇക്കാര്യത്തിൽ സൈന്യത്തിന്റെ സ്ഥിരീകരണം വന്നിട്ടില്ല. വടക്കൻ സിറിയയിലെ റാക്കയിലുണ്ടായ ആക്രമണത്തിലാണ് ബാഗ്ദാദി കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ മാധ്യമങ്ങളും തുർക്കി വിമതരുടെ മാധ്യമമായ യനീസ് സഫാക്ക്, IS ബന്ധമുള്ള വാർത്താ ഏജൻസി അൽ അമാദ് എന്നിവ ബാഗ്ദാദി കൊല്ലപ്പെട്ടതായി വാർത്ത നൽകിയിട്ടുണ്ട്. ബാഗ്ദാദി ഞായറാഴ്ച നടന്ന ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് അൽ അമാദ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ബാഗ്ദാദിക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായി തിങ്കളാഴ്ച ഇറാഖി വാർത്താ ചാനലായ അൽ സുമരിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ വിശ്വാസയോഗ്യമായ വിവരങ്ങൾ ലഭിച്ചതായി അമേരിക്കൻ പ്രതിരോധ സേനയും സ്ഥിരീകരിച്ചതായി അമേരിക്കൻ ചാനൽ CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്. കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണശീലവുമായി ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി. കുട്ടികൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഭക്ഷണത്തിൽ സിഗ്നൽ സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ് അതോറിറ്റി. കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ നൽകേണ്ടത്, എന്തൊക്കെ നൽകാൻ പാടില്ല, എല്ലാ അമ്മമാരും ഏറ്റവും കൂടുതൽ ആകുലപ്പെടുന്ന കാര്യമാണ് കുട്ടികളുടെ ഭക്ഷണം. അമ്മമാരുടെ ടെൻഷൻ അകറ്റാൻ സിഗ്നൽ സംവിധാനം ഒരുക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി. ഗ്രീൻ സിഗ്നലിന് കീഴിലാക്കിയിരിക്കുകയാണ് അതോറിറ്റി. നൽകാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തുക്കളെ റെഡ് സിഗ്നലിന് കീഴിലും വല്ലപ്പോഴും നൽകാവുന്ന വസ്തുക്കൾ മഞ്ഞ നിറത്തിന് കീഴിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ, ഫൈബർ എന്നിവ അടങ്ങിയതായിരിക്കണം കുട്ടികളുടെ ഭക്ഷണം. ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം പ്രഭാത ഭക്ഷണമാണ്. ബ്രെയിൻ ഫുഡ് എന്നാണ് ഇതറിയപ്പെടുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എത്ര തിരക്കാണെങ്കിലും പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. നമ്മുടെ പ്രിയപ്പെട്ട ഇനങ്ങളായ ഇഡലി, സാമ്പാർ, ഉപ്പുമാവ്, അപ്പം, പുട്ട്, ഇടിയപ്പം, മുട്ടക്കറിയൊക്കെ രാവിലെ കഴിക്കുന്നത് നല്ലതാണെന്നാണ് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി പറയുന്നത്. ഉച്ചയ്ക്ക് ചോറാണ് ഏറ്റവും നല്ല ഭക്ഷണമെന്നാണ് വിലയിരുത്തൽ. സാമ്പാർ, ഇലത്തോരൻ, തൈര് എന്നിവയും ഒപ്പം ചേർക്കാം. മീൻ വിഭവങ്ങളും നല്ലതാണ്. 4 മണിക്ക് ഇലയപ്പം, കൊഴുക്കട്ട, അവൽ നനച്ചത് തുടങ്ങി നമ്മുടെ നാടൻ ഭക്ഷണം കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. രാത്രി ഭക്ഷണം 8:30-കകം കഴിക്കുന്നതാണ് നല്ലത്. വറുത്തതും പൊരിച്ചതും ഒഴിവാക്കിയാൽ അത്രയും നല്ലത്. ചപ്പാത്തിയും ഗോതമ്പ് ഭക്ഷണവും ഉത്തമമാണ്. ന്യൂസ് ഡെസ്ക്. വയലുകളുടെ നാടെന്നറിയപ്പെടുന്ന വയനാട്ടിൽ വർഷം തോറും നെൽകൃഷി കുറയുകയാണെന്നാണ് കണക്കുകൾ. അരനൂറ്റാണ്ടിനു മുൻപ് 30,000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 900 ഹെക്ടറിലും താഴെയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2000 ഹെക്ടറോളം സ്ഥലത്തെ നെൽകൃഷി കർഷകർ ഉപേക്ഷിച്ചു. നെൽകൃഷി പ്രോത്സാഹന പരിപാടികളും മറ്റും നടക്കുമ്പോഴും ജില്ലയിൽ ഓരോ വർഷവും നെൽകൃഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായാണ് കണക്കുകൾ. 1970-കളിൽ വയനാട്ടിൽ 30,000 ഹെക്ടർ സ്ഥലത്ത് കർഷകർ നെൽകൃഷി ഇറക്കിയിരുന്നു. 2015 ആയപ്പോൾ അത് 8,630 ഹെക്ടർ സ്ഥലത്തു മാത്രമായി കുറഞ്ഞു. 2014-ൽ 9,200 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷിയുണ്ടായിരുന്നു. കൃഷിവകുപ്പിന്റെ കണക്കുപ്രകാരം ജില്ലയിലെ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 326 പാടശേഖര സമിതികളാണുള്ളത്. നെൽകൃഷി ചെയ്യുന്ന കർഷകരുടെ എണ്ണം 19,569 ആണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം നഞ്ചകൃഷി ചെയ്തവരിൽ കുറവുണ്ട്. 1,730 ഹെക്ടർ സ്ഥലത്തു മാത്രമാണ് കഴിഞ്ഞ വർഷം നഞ്ചകൃഷി നടന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്നത് നൂൽപ്പുഴ പഞ്ചായത്തിലാണ്, 1074 ഹെക്ടർ സ്ഥലത്ത്. ഇക്കാലയളവിൽ ഇവിടെയും നെൽകൃഷിയിൽ കാര്യമായ കുറവുണ്ടായി. കൃഷിവകുപ്പും സർക്കാരും കാര്യമായ പ്രോത്സാഹന പരിപാടികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ വയൽനാടായ വയനാട് നെൽകൃഷി ഉൽപ്പാദനത്തിൽ അതിന്റെ പ്രതാപകാലത്തെ മാത്രം ഓർമ്മിക്കേണ്ടി വരും. നെല്ലിന്റെ താങ്ങുവിലയും സംഭരണവും പ്രോത്സാഹന പദ്ധതികളും കാര്യക്ഷമമാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. കൃഷിവകുപ്പിനെ വിശ്വസിച്ച് വിത്ത് വാങ്ങി കൃഷിയിറക്കിയ കർഷകർ ദുരിതത്തിൽ. കാന്തല്ലൂരിൽ ക്യാബേജ്, ക്യാരറ്റ് വിത്തുകൾ വാങ്ങി കൃഷി ചെയ്തവരാണ് കൃഷി ഒന്നടങ്കം നശിച്ച് ദുരിതത്തിലായത്.
350 ഏക്കർ ഭൂമിയിൽ സർക്കാരിനെ വിശ്വസിച്ച് കൃഷി ചെയ്ത കർഷകരാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ വാഗ്ദാനം വിശ്വസിച്ച് കൃഷിയിറക്കിയ കർഷകരാണ് കാന്തല്ലൂർ മേഖലയിൽ ദുരിതത്തിലായത്. കൃഷിവകുപ്പ് വിതരണം ചെയ്ത വിത്തുപയോഗിച്ച് കൃഷിയിറക്കിയ കർഷകർക്ക് 350 ഏക്കറിൽ അധികം ഭൂമിയിൽ വിളയിപ്പിച്ച ക്യാബേജ്, ക്യാരറ്റ് കൃഷികളാണ് വിത്തിന്റെ നിലവാരമില്ലായ്മ മൂലം ദുരിതം പേരേണ്ടി വന്നത്. ഇത് വന്നിട്ട് നമുക്ക് കൃഷിഭവന് ഫ്രീ ആയിട്ട് കൊടുത്ത വിത്താണ്. ആ വിത്തിൽ വന്നിട്ട് ഇപ്പോൾ 3 മാസം വിളവെടുക്കുന്ന സമയമായി. ഈ കിളങ്ങായതുകൊണ്ട് മുകളിൽ കായ്ക്കാത്ത ഇതാ നമുക്ക് ഇതുകൊണ്ട് ഭയങ്കര നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് കൃഷിഭവനിലും കാണിച്ചു, പിന്നെ ഇതിന് ഒരു മറുപടി അവർ പറഞ്ഞില്ല ഇതുവരെ. ഈ വിത്ത് തന്നെ ഞങ്ങൾ വിത്ത് എടുത്തുകൊണ്ട് വന്ന് കൃഷി ചെയ്യുവാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരില്ല. ഇത് കൃഷിഭവനും അതുപോലെ VPCക്കും വിശേഷിച്ച് അവർ തന്ന വിത്തിൽ ഏറ്റവും പാഴ്ച പറ്റിയതാണ്. പാഴ്ച പറ്റിയതുകൊണ്ട് ഞങ്ങൾ കർഷകർ മൊത്തം എല്ലാ ദുരിതത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ പരമ്പരാഗത കൃഷിരീതി പിന്തുടർന്ന കർഷകരെ കൂടുതൽ വിള ലഭിക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് കൃഷിവകുപ്പ് പുതിയ വിത്തുകൾ നൽകി കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കൃഷിവകുപ്പ് നൽകുന്ന വിത്തുകളിൽ അപാകതയുണ്ടെന്ന് മുൻകാലങ്ങളിൽ കർഷകർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ പരിഗണിക്കാതെയാണ് കൃഷിവകുപ്പ് വിത്തുകൾ വീണ്ടും വിതരണം ചെയ്തത്. ഇതാണ് കാന്തല്ലൂരിലെ ക്യാബേജ്, ക്യാരറ്റ് കർഷകരെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.